നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കോവയ്ക്ക കൊണ്ട് ഒരു അടിപൊളി മെഴുക്കുവരട്ടിയാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് കാണാം. എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു, എൻ്റെ വീഡിയോ കാണാനായിട്ട് എല്ലാവരും വരും. ഇത് കോവയ്ക്കയാണ്. ഞാൻ എൻ്റെ തോട്ടത്തിൽ നിന്ന് പറിച്ചാണ്. എനിക്ക് കോവയ്ക്ക മരമുണ്ട്, അതിൽ നിന്ന് പറിച്ച കോവയ്ക്കയാണ്. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോകണം. കട്ട് ചെയ്തിട്ട് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വട്ടത്തിലരിഞ്ഞ് തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ചേർക്കേണ്ട സവാളയാണ്, അതുകൂടെ ചേർക്കുകയാണ്. സവാളയും കൂടെ ചേർക്കുകയാണ്. സവാള ചേർത്ത് ഇത് ഞാൻ കപ്പലണ്ടി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു കാണിക്കാൻ വിട്ടുപോയി, സ്കിപ്പായിപ്പോയി. അതിനകത്ത് കുറച്ച് കാഷ്നട്ട് കപ്പലണ്ടിയും 2-3 വെളുത്തുള്ളി അല്ലിയും 2 ചുമന്ന വറ്റൽ മുളകും കൂടെ ക്രഷ് ചെയ്തെടുത്താണ്. അതും ഇതിനകത്ത് നമുക്ക് ചേർക്കാം. അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു. ഉപ്പ് ചേർത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി കൊടുക്കാം കേട്ടോ. കൈ കൊണ്ട് തിരുമ്മുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ആകത്തക്ക വിധത്തിൽ ഇതൊന്ന് തിരുമ്മി കൊടുക്കാം. അപ്പം നമ്മുടെ കോവയ്ക്ക വട്ടത്തിൽ തിന്നായിട്ട് അരിഞ്ഞതും മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കപ്പലണ്ടിയും 2-3 വെളുത്തുള്ളി അല്ലിയും 2 വറ്റൽ മുളകും കൂടെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് നമ്മളെ കാണിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ മിക്സ് ചെയ്തു. കണ്ടോ, ഒന്നിച്ച് കരിവേപ്പിലയും കൂടെ ഇടണം അതിനകത്തോട്ട്. കരിവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തു. എല്ലാം കൂടെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഒരു ചീനിച്ചട്ടി അടപ്പ വെച്ച് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. തീ കത്തിച്ച് കൊടുത്താണ് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചേക്കുന്ന നമുക്ക് അതൊന്ന് ചൂടായി വരട്ടെ. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിത് എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ചെറിയ തീയിൽ വേവിക്കണം. ചെറിയ തീയിൽ വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. ഇത് അടച്ച് വെച്ച് നമുക്ക് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അതിന് വേവട്ടെ. ഒന്ന് തുറന്ന് നോക്കാം. 5-6 മിനിറ്റായി. ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സൂപ്പറായിരിക്കും. നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒന്നാന്തരം കോവയ്ക്ക മെഴുക്കുവരട്ടി, ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചപ്പാത്തി തിന്നാനും ചോറുണ്ണാനും ഒക്കെ നല്ല ഒരു സൂപ്പർ ഡിഷാണ്. രുചിച്ച് നോക്കട്ടെ. സൂപ്പർ, ഫണ്ടാസ്റ്റിക്, നല്ലൊരു മെഴുക്കുവരട്ടിയാണിത്. അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ആൻഡ് ബ്ലെസ്സഡ് ഡേ. ബൈ.